ഇന്ന് ഓട്സിൻ്റെ പോറിഡ്ജ് എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ഹോൾ ഓട്സ് ആണ് എടുക്കേണ്ടത്, അല്ല റോൾഡ് ഓട്സ് ഉണ്ട്. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ലോ ഫാറ്റ് മിൽക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മെയിൻലി നമ്മുടെ കൊളസ്ട്രോള്, ഡയബറ്റിക്കൊക്കെ ഉള്ളവർ, പിന്നെ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, അല്ലെങ്കിൽ ഡിന്നറാണ്. ഇത് കഴിച്ചാൽ ആക്ച്വലി നമുക്ക് നല്ല ഫുൾനെസ് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഹേസൽ നട്ട്സാണ്. ഇത് ഹേസൽ നട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളക്കടലയുടെയൊക്കെ ഷേപ്പാണ്. പക്ഷേ നല്ല ഹെൽത്തിയാണ്. കൊളസ്ട്രോളും ഡയബറ്റിക്കാർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. ഞാൻ ഇത് മുഴുവനായിട്ട് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ക്രഷ് ചെയ്തു. ഇത് റേസിൻസാണ്, ബദാമുണ്ട്, ചിയ സീഡ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇത്ര സാധനമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സൺഫ്ലവർ സീഡ്സോ വേറെ സീഡ്സൊക്കെ ആഡ് ചെയ്യുക. ഏതൊക്കെ സീഡ്സ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, അത്രയും നല്ലത് തന്നെയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും ഉള്ളായിരുന്നുള്ളൂ, ഞാൻ ഇത്രയും ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുൻപായിട്ട് ഒരു ചിക്കിത്ത അല്ലെങ്കിൽ ഒരു ബനാന ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്ലൈസ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആപ്പിള്, ഏത് ഫ്രൂട്ടാണ് കയ്യിലുള്ള അതിടുന്നതും കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇത് ഓൾറെഡി ഓട്സ് 2 സ്കൂപ്പാണ് എടുത്ത്, ഇങ്ങനെ 2 സ്കൂപ്പ് ഇത് ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഈ ഹാസൽനട്ട്സും റേസിൻസും ഇട്ടു, പിന്നെ ബദാമും ഇട്ടു, പിന്നെ ഒരു ചിയ സീഡ്സ് എപ്പോഴും ഓർത്തോണം. എൻ്റെ ഇത് 1 ടീസ്പൂണാണ് ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഇതിൽ കൂടുതൽ ഇടണ്ട. ഒരു ദിവസം ഒരഡൽട്ട് ഇതിൽ കൂടുതൽ കഴിക്കേണ്ടെന്നാണ് പറയുന്നത്, കഴിക്കരുതെന്നാണ്. ചിയ സീഡ്സ് നല്ലതാണ്, ബട്ട് ഒത്തിരി നമുക്ക് ഗ്യാസ്ട്രിക് ബ്ലോട്ടിംഗ് ഉണ്ടാകും, ചിലർക്ക് ഇച്ചിരി ഡയറിയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കെയർഫുള്ളായിരിക്കുക. 1 ടീസ്പൂണിൽ കൂടുതൽ ഒരു ദിവസം വേണ്ട. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് ഞാനൊന്ന് മിക്സ് ചെയ്യും, കാരണം ഈ ചിയ സീഡ്സും എല്ലാം ഒന്ന് എല്ലായിടത്തും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം പാല്, ലോ ഫാറ്റ് മിൽക്ക് ഞാനൊരു എൻ്റെ ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ് എടുക്കത്തുള്ളൂ. അതിൻ്റെ ബാക്കിയും കൂടി ഇച്ചിരി ഞാൻ വെള്ളം ആഡ് ചെയ്യും, അത്രയും എനിക്ക് പാല് വേണ്ടാത്തതുകൊണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഞാൻ ഇപ്പോൾ ഒരു 9:30 ആണ്. ഇതിപ്പം മോർണിംഗ് ടൈമാണ്, ഞങ്ങൾ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരു 12:30 അല്ലെങ്കിൽ ഒരു 1 o'clock വരെ ഇത് ഞാൻ വെച്ചിരുന്നിട്ട് എടുത്ത് എനിക്ക് ഉപയോഗിക്കാം. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ. അപ്പം അല്ലെങ്കിൽ ഓവർനൈറ്റ്, ഇത് ആക്ച്വലി ചെയ്യുന്നത് ഓവർനൈറ്റാണ്. ഓവർനൈറ്റ് ഇതൊരു 10:30 ഒക്കെ ആകുമ്പോൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഞാനിത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന പിന്നെ ഓട്സും എല്ലാ സീഡ്സും എല്ലാം കൂടെ ചേർന്നുണ്ട്. ഇത് നല്ലതായിട്ട് സോക്കായി കുതിർന്ന് നല്ല സോഫ്റ്റായിട്ടുണ്ട്, കണ്ടോ. ഇനി ഞാനിതിലോട്ട് ആപ്പിൾ നല്ലതായിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം ചെത്തി കളഞ്ഞ് ഒത്തിരി സ്മോളായിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലതായിട്ട് ആപ്പിളും പിന്നെ ഓട്സും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇത് നല്ല കഴിക്കത്തക്ക രീതിയിലുള്ള പാകമായി. ഇത്രയേ ഉള്ളൂ സംഭവം.